നമസ്കാരം. കോള എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ കോള എന്ന് പറയുന്ന സാധനം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കാം. കോള എന്ന് കേൾക്കുമ്പോൾ ലോകത്തുള്ള ഏതു മനുഷ്യരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് കൊക്കക്കോള, പെപ്സി കോള എന്നീ രണ്ട് പേരുകളാണ്. കാരണം 100-ൽ പരം കോള ബ്രാൻഡുകൾ ലോകത്തുണ്ടെങ്കിലും അവയെല്ലാം തന്നെ സ്വന്തം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പരിസര രാജ്യങ്ങളിൽ മാത്രം വിൽക്കപ്പെടുന്നവയാണ്. എന്നാൽ ലോകം കീഴടക്കിയത് ഇവർ രണ്ടുപേർ മാത്രം. ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഇന്ത്യൻ കോള. പണ്ട് രാജ്യത്ത് കൊക്കക്കോള ഉണ്ടായിരുന്നു. ചില നിയമപ്രശ്നങ്ങളാൽ 1977 അവർ പൂട്ടിക്കെട്ടി സ്ഥലം വിട്ടു. ആ ബിസിനസ് പിടിക്കാനായി ഇന്ത്യൻ കമ്പനികളായ പാർലെയും റിലയൻസും തുടങ്ങിയതാണ് ഇന്ത്യൻ കോളകൾ. പാർലെയുടെ തംസപ്പും റിലയൻസിന്റെ കാമ്പക്കോളയും കുറേ വർഷങ്ങളോളം വിപണി കീഴടക്കി. പിന്നീട് കാമ്പക്കോള നിർത്തലാക്കപ്പെട്ടു. പക്ഷേ തംസപ്പിന്റെ ബിസിനസ് തുടർന്നെങ്കിലും കൊക്കക്കോള രണ്ടാമത് ഇന്ത്യയിൽ പ്രവേശിച്ചപ്പോൾ കോടികൾ കൊടുത്ത് ആ ബ്രാൻഡുകൾ അവർ സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ തംസപ്പ് ബ്രാൻഡ് കൊക്കക്കോളയുടെ ഭാഗമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവയെല്ലാം കോള എന്നറിയപ്പെടുന്നത്? നമ്മളിൽ പലർക്കും അറിയാത്തതാണ് ഈ രഹസ്യം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതും കഴിക്കുന്നതുമായ ധാരാളം പരിപ്പുകൾ അല്ലെങ്കിൽ നട്ട്സ് ലോകത്തിലുണ്ട്. ഉദാഹരണത്തിന് കപ്പലണ്ടി, കശുവണ്ടി, പിസ്ത, ബദാം, വാൽനട്ട് എന്നിങ്ങനെ പല വിധത്തിലും പേരുകളിലുമുള്ള നട്ട്സ് ലോകത്തിലുണ്ട്. പക്ഷേ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോള എന്ന മരത്തിൽ വിളയുന്ന ഒരു ഇനം കായ്കളാണ് കോള നട്ട്സ്. ചായയിലും കോഫിയിലും കഫേൻ അടങ്ങിയിരിക്കുന്നത് പോലെ കോള നട്ട്സിലും കഫേൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ കായ്കളുടെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് കൊക്കക്കോള കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നിർമ്മിച്ചത്. പിന്നീട് എല്ലാവരും അത് പിന്തുടരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിന് കോള എന്ന് പേര് വരാൻ കാരണം. ഈ മരത്തിൻ്റെയും കായിൻ്റെയും പേര് KOLA കോള എന്നാണെങ്കിലും കൊക്കക്കോളക്കാർ അവരുടെ പേരിന് അനുയോജ്യമായ രീതിയിൽ COLA എന്ന് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് എല്ലാവരും അത് പിന്തുടരുകയും ചെയ്തു. 1886 തുടങ്ങിയ കൊക്കക്കോളയും 1893 തുടങ്ങിയ പെപ്സി കോളയും ലോകം കീഴടക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ ആളോഹരി ഉപയോഗം വളരെ കുറവാണെങ്കിലും ജനസംഖ്യ വളരെ അധികമായതിനാൽ രണ്ട് ഭീമന്മാർക്കും ഗംഭീര കച്ചവടവും നടക്കുന്നു നമ്മുടെ രാജ്യത്ത്. താങ്ക് യു ഫോർ വാച്ചിങ്.